ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അച്ചാറിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അച്ചാർ തയ്യാറാക്കുന്നത് ചേന വെച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ചേന എല്ലാം അവിടെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണയിലും ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 4 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒന്ന് പച്ചമുളകൊന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയിട്ടെടുക്കുക. പിന്നീട് ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. മസാലപ്പൊടികൾ കരിയാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് മസാലപ്പൊടീൻ്റെ പച്ചമുളകൊന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുക. ഈ ടൈമിൽ ഞാൻ കുറച്ച് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുകയാണ്. പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ച ചേന കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേന ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇതുപോലെ നന്നായിട്ട് തന്നെ ഈ മസാലയിൽ ചേന കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ടൈമിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അച്ചാറിന് കുറച്ച് മധുരം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി എല്ലാതെയും ചെയ്തിട്ടെടുക്കുക. അപ്പോൾ കുറച്ച് ശർക്കരപ്പാനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം കുറച്ച് ടൈം ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കുറച്ച് ടൈം ഇതൊന്ന് വേവിച്ചെടുക്കുക. അധികം വേവണ്ട, കുറച്ച് ടൈം ഈ ചേന ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് തിളപ്പിച്ചിട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശർക്കരപ്പാനിയും കൂടെ കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അച്ചാർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.